ഇതിന് മാർക്കർ കിട്ടിയില്ലല്ലോ. മാർക്കർ ഉണ്ടോ? മാർക്കർ ബോർഡ് ഉണ്ടോ? ഞാൻ ഇന്ന് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന നോളജുകളൊന്നും ഇപ്പോൾ പുസ്തകത്തിലൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ എഡ്യൂക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നതിന് 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾ പഠിക്കും. 1 മണിക്കൂറിൽ എത്ര പേജ് പഠിക്കാൻ പറ്റുന്നറിയാമോ? നോക്കിയിട്ടുണ്ടോ? എത്ര പേജ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? 10 പേജ്. എനിക്ക് 1 മണിക്കൂറിൽ 275 പേജ് പഠിക്കാൻ പറ്റും. 1 മണിക്കൂറിൽ. എവിടെ പറയുന്നതല്ല, ഞാൻ കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഈ ബോർഡും ഈ സംഭവങ്ങളും തടസ്സം വന്നുകൊണ്ടാണ്. എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 8 പ്രധാനപ്പെട്ട കഴിവുകളെങ്കിലുണ്ട്. അതിലൊരു കഴിവെന്ന് വെച്ചാൽ ഞാൻ ഈ വന്നതിനെ വാച്ചങ്ങ് ഊരി വെച്ചു അല്ലേ? ഒരു രൂപമുണ്ട്. സത്യത്തിൽ ഫാഷന് വേണ്ടിയാണ് ഈ വാച്ച് കെട്ടുന്നത് തന്നെ. അല്ലാതെ വാച്ച് എനിക്ക് സമയം നോക്കാൻ വാച്ചിൻ്റെ ആവശ്യമില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. എത്ര ഇരുട്ടത്തിരുത്താലും എനിക്ക് സമയം അറിയാം. ഇപ്പോഴത്തെ സമയമാണ് ഞാൻ പറയാം. നോക്കിയോ, സമയം 2:15. പറഞ്ഞല്ലേ, നമുക്ക് വഴിയും കാണില്ല. ഇപ്പോഴത്തെ ടെമ്പറേച്ചറാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ചൂട്. അത് ഞാൻ പറയാം. ടെമ്പറേച്ചർ 33 ഡിഗ്രി ആയിരിക്കും. നോക്കിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ കഴിവ്. ഇതിന് പറയുന്ന പേര് ലോപനസ്തം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ലോപനസ്തം എന്ന് പറഞ്ഞാൽ എത്ര ഇരുട്ടത്തിരുന്നാലും സമയം പറയാൻ പറ്റും. ഇപ്പം 2:16 ആയില്ലേ? നിങ്ങൾ സമയം പോകുമ്പോൾ എനിക്കറിയാം സമയം വിൽക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഇരുട്ടത്തിരുന്നാലും നമുക്ക് പറയാൻ പറ്റും. ടെമ്പറേച്ചർ പറയാൻ പറ്റും. കലണ്ടറില്ലേ, കലണ്ടറിലെ ഡേറ്റ് ഇല്ലേ, കലണ്ടർ നോക്കാതെ പറയാൻ പറ്റും. 8 മീറ്റർ അകലത്തിൽ പത്രം വയ്ക്കാൻ പറ്റും. ഒരു സമയം 8-9 ന്യൂസ് വരെ ടി വിയിൽ പ്ലേ ചെയ്താൽ കേൾക്കാൻ പറ്റും. ഒരു സമയം 3 പേര് പുസ്തകം വായിച്ചാലും കേൾക്കാൻ പറ്റും. ഒരു സമയം 3 പുസ്തകം വരെ പഠിക്കാൻ പറ്റും. ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് കുറേയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. മാർക്കർ വന്നാൽ ഞാൻ കാണിച്ചു തരാം. കുറേയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. കുറേയൊക്കെ നിങ്ങൾ ചിട്ടയോടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അത് പറഞ്ഞു തരാൻ ഞാൻ വന്നത്. എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത്. കിട്ടിയ ടീച്ചറെ മാർക്കർ കൊണ്ടുവരില്ലേ? കൗണ്ട് ചെയ്യാനുള്ള നിങ്ങൾ സനാതന ധർമ്മ പാഠശാല മതി, ഇവിടെ ഇടാം. നിങ്ങൾ സനാതന ധർമ്മ പാഠശാലയിലെ കുട്ടികളാണല്ലോ അല്ലേ? നമ്മളെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കുറേയൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അല്ലേ? നളചരിതം എന്ന് പറയുന്നൊരു കഥയുണ്ട്, അറിയാം? മഹാഭാരതത്തിലെ വനപർവ്വം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതിൽ 72ാമത്തെ ഇതിൽ പറയുന്നൊരു മന്ത്രമുണ്ട്, അറിയാം? അക്ഷഹൃദയം എന്ന് പറയും. അക്ഷഹൃദയം. നളൻ എന്ന രാജാവിന് ഋതുപർണൻ എന്ന് പറയുന്ന അദ്ദേഹം പകർന്നു നൽകിയ ഒരു മന്ത്രമാണ്. ആ മന്ത്രം കിട്ടിയാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരത്തിന് എത്ര ഇലയുണ്ട്, ഇത്ര ഇത് എണ്ണ എടുക്കാൻ പറ്റുന്നൊരു മന്ത്രമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ഉണ്ട്, വിശ്വസിക്കുന്നവർ ഒരാളുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ആ അക്ഷരഹൃദയ മന്ത്രം ലഭിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളെ മുമ്പിൽ അത് അവതരിപ്പിക്കും. സത്യം പറയാം, ഇന്ന് വന്നപ്പം ഇവിടെ ബോർഡ് ഇല്ലായിരുന്നു, ഇപ്പം റെഡിയാവുന്നേ ഉള്ളൂ. രണ്ട് ഈ എണ്ണ കൊടുക്കുന്ന സാധനം, ഈ എണ്ണണ്ടേ അത് ഇപ്പം ടീച്ചർ ഒപ്പിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അക്ഷരഹൃദയ മന്ത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ടേബിൾ ഇടുക സാർ, ഇവിടെ വെച്ചാലേ. ഞാൻ എന്താ ചെയ്യുന്നത്, ഈ നമ്മൾ സംസ്കാരത്തിനുണ്ടെന്ന് പല നോളജുകളും ഉണ്ടായിരുന്നതാണ്. അല്ല, എല്ലാം മിത്തൊന്നുമല്ല. അല്ലേ പിന്നെ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചോ. അപ്പം നിങ്ങളെ മുന്നിലല്ലേ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് കൊണ്ടുവന്ന കടലയാ, ഞാൻ കൊണ്ടുവന്നതല്ല. ഈ കടല ഇവിടുന്ന് കൊണ്ടുവന്നതാ. നമുക്ക് നോക്കാം. ഒരാൾ വാ മോൻ. കുറച്ച് ഇതാണ്ടേ, ഒരു കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇടണം. ഓക്കെ, ഒന്ന് പരത്തിയിടണം കേട്ടോ. ഞാൻ ശ്രമിക്കാം. ചിലപ്പോൾ തെറ്റുമായിരിക്കും, നോക്കാം. ഇത് എണ്ണ എത്ര സമയം വേണം? 2 മിനിറ്റ്, 1 മിനിറ്റ് ഒക്കെ പറഞ്ഞു. നോക്കാം, ഞാൻ ശ്രമിക്കാം. വെയിറ്റ്. ഇത് 56 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കാം. 10 എണ്ണം വെച്ച് കട്ട് ചെയ്യാം. 5, 10, 4, 10. ഞാൻ 56 പറഞ്ഞേട്ടോ. എത്ര ഉണ്ടെന്ന് അറിയാം? 57. ഒരെണ്ണം മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. തിരിച്ചെടുക്കട്ടെ, ഒന്നുകൂടെ ചെയ്യാം. 56 ഞാൻ പറഞ്ഞത്. പക്ഷെ എത്ര ഉണ്ടായിരുന്നു? 57 ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഇടണേ. ഏച്ച് ഇട്ടിട്ട് പറഞ്ഞാൽ മതിയേ. ഇട്ടെങ്കിൽ ഒന്നേ പരത്തി നിടണേ. കഴിയുമ്പോൾ ഒന്ന് പറയണേ. ശ്രമിക്കാം.
എനിക്ക് തോന്നുന്നത് 134 കാണും. കൗണ്ട് കൂടില്ല, 134 കാണും. ശ്രമിക്കാം, 10 വെച്ച് കൗണ്ട് ചെയ്യാം. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13. 13, 1, 2, 3, 4. എന്നെ നോക്കാം. 137 കറക്റ്റ്. സംശയം നോക്കാം. ഇനി ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് കാണും, ഇത് ഇങ്ങനെ എണ്ണുന്നതായിരിക്കുമെന്ന്. ആർക്കെങ്കിലും ഇങ്ങനെ എണ്ണിത്തരാമോ അതൊന്ന്? ഞാൻ കാണിച്ചു തരാം. ഒരാൾക്കൊന്ന് ട്രൈ ചെയ്യാമോ? നിങ്ങൾ ആ കോഗ്നിറ്റീവ് എബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാനാ. ആൾക്ക് ഒരാളൊന്ന് വരാമോ? ഒരാൾ വാ, ഒരാൾ വാ. കൈ ഉപയോഗിക്കരുത്, കണ്ണുകൊണ്ട് ഇത് എത്ര എണ്ണം എണ്ണണം. ഒന്നും മുഴുവൻ സമയം കണ്ടല്ലേ. കറക്റ്റാണ് കേട്ടോ, മെടുക്കാൻ 67. കണ്ണൂന് എണ്ണാൻ പറ്റി. കണ്ണൂന്ന് എണ്ണാൻ ഇച്ചിരി പ്രയാസമാണ്. കാര്യം എവിടെ നിന്ന് തുടങ്ങുന്നത് എവിടെ അവസാനിക്കുന്നതെന്ന് പറയാണ്ടേ. ഇത് നമ്മളുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിലെ കണ്ണിൻ്റെ ഒരു പ്രാക്ടീസാണ്. നമ്മൾ ഉപയോഗിക്കുന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ത്രാടക എന്നൊരു മെഡിറ്റേഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ത്രാടക എന്ന് വെച്ചാൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്ക് നാളത് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഏകാഗ്രതയാണ് ത്രാടക എന്ന് പറയുന്നത്. അതിന് ഈക്വലൻ്റാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് നയന വിസ്തൃതി എന്ന് പറയും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളുടെ വായിക്കുന്ന സമയത്ത് നമ്മളുടെ പുസ്തകത്തിനകത്തൊന്നും ഒരിക്കലും നമ്മളുടെ ശ്രദ്ധ പോവില്ല. ഇങ്ങനൊരു ട്രെയിനിങ് മെത്തഡോളജി ഉണ്ട്. ഞാനിത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരാൾ ആൾക്കാരിൽ. മാർക്കർ വന്നില്ലല്ലേ? അതാ വന്നില്ലാത്തതുകൊണ്ടാണ് ബാക്കി ചെയ്യാൻ പഠിക്കുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ചുമ്മാതിരിക്കുന്ന സമയത്ത് മോൻ ചെയ്താനൊക്കെ തന്നെ ഓൾറെഡി മോൻ ഇച്ചിരി നല്ല ഐക്യമാണ്, മോൻ പഠനത്തിൽ ഇച്ചിരി മിടുക്കനുമായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അല്ലേ, മാത്സിനൊക്കെ എത്ര മാർക്കുണ്ട്? 86, 100-ൽ 14 മാർക്ക് കുറവാണ്. അപ്പം വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഇമ്പ്രൂവ് ആവും. ഇപ്പം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് നമുക്ക് എണ്ണണമെന്ന് വെച്ചാൽ പാടാം. 3, 6, 9, 12, 16. ഇത് ഇച്ചിരി എളുപ്പമായിട്ടാണ് കേട്ടോ മോനെ. ഇങ്ങനെ എണ്ണ എളുപ്പമായിരുന്നു. ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഞാൻ ചെയ്ത കണക്കത്തെ സാധനം എനിക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല കേട്ടോ ഇന്നുവരെ. എൻ്റെ പ്രത്യേകിച്ച് എനിക്കൊരു ബസ്സൊക്കെ കടന്നു പോയാലും ബസ്സിരിക്കുന്ന ആൾക്കാരെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു വട്ടം കണ്ടാൽ മതി, ഇങ്ങനെ കണ്ടാൽ മതി, എനിക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അത് എത്രമാത്രം എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ എൻ്റെ ബ്രെയിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രെയിൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അറിയാൻ വേണ്ടി. എനിക്ക് എലോൺ മസ്കിൻ്റെ കമ്പനിയിൽ നിന്ന് ഓഫർ വന്ന ആളാണ് എൻ്റെ ബ്രെയിൻ പഠിക്കുന്നതിന് വേണ്ടി. 80 കോടിയാണ് എനിക്ക് ഓഫർ ചെയ്തത്. ഞാനത് റിജക്റ്റ് ചെയ്ത ആളാണ്. ഞാൻ റിജക്റ്റ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഇതിന് വേണ്ടി മാത്രം ഞാൻ മാറ്റിവെച്ചു. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ നിംഹാൻസ് എന്നൊരു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടുത്തെ 25 സയൻറ്റിസ്റ്റുകൾ എൻ്റെ ബ്രെയിൻ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ബ്രെയിൻ പഠിക്കുന്നതിലൂടെ തന്നെ ഇതുപോലത്തെ ടാലൻറ്റുകൾ ഞങ്ങൾ മറ്റുള്ള കുട്ടികൾ എത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇന്ത്യയിൽ നിന്ന് 34 കുട്ടികളെ സെലക്ട് ചെയ്തു. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു കുട്ടി വെച്ച് 29 സ്റ്റേറ്റിൽ നിന്ന് എടുത്തു, 5 മറ്റേ ഈ ടെറിട്ടോറിയിൽ നിന്ന് എടുത്തു. അതിൽ മലയാളത്തിൽ നമ്മളെ കേരളത്തിൽ നിന്നെടുത്ത കുട്ടി പാലക്കാട് ഒരു കുട്ടിയാണ് സെലക്ട് ചെയ്തത്. കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. കുട്ടി 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് എടുത്തത് നാമക്കൽ എന്നുള്ള കുട്ടിയാണ്. ആന്ധ്രാപ്രദേശ് എടുത്തത് കാക്കിനാട് എന്നുള്ള കുട്ടിയാണ്.
കർണാടക എടുത്തത് വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള കുട്ടിയാണ്. മഹാരാഷ്ട്ര എടുത്തത് താനെ എന്നുള്ള സ്ഥലത്ത് നിന്നുള്ള കുട്ടിയാണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും കുട്ടികൾ എടുത്തവർ. 24 പർഗാനയാണ് പശ്ചിമബംഗാളിലെ കുട്ടി. ഏറ്റവും ലാസ്റ്റ് എടുത്തത് പശ്ചിമബംഗാളിൽ നമുക്കൊരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ പറ്റാതെ വന്നത്. എല്ലാം നമ്മുടെ സംസ്കാരമായിട്ട് നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്. അത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എല്ലാം ഹിന്ദുക്കളായിരുന്നു. ഞാൻ ഹിന്ദുത്വം പറയാൻ കാര്യം, ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തപ്പം ഇതിൻ്റെ പ്രാക്ടീസസിൽ യോഗിക് പ്രാക്ടീസസ് എന്നൊരു സാധനം, പ്രജ്ഞാവികാസ കൽപ്പനകൾ എന്നൊരു സംഭവമുണ്ട്. കേട്ടിട്ടുണ്ടോ? പ്രജ്ഞാവികാസ കൽപ്പനകൾ. അവദാനം എന്ന സാധനം കേട്ടിട്ടുണ്ടോ? അവദാനം എന്നൊരു മെത്തേഡുണ്ട്. പ്രജ്ഞാവികാസ കൽപ്പനകൾ. അതിനകത്ത് 34ഓളം പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് നിന്ന് ഒരു സാധനം എടുത്തിട്ടാണ് ആദ്യം അവദാനം എന്ന് പറയും. അവദാനം എന്ന് കേട്ടിട്ടുണ്ടോ? അവദാനികൾ എന്ന് അടിച്ചാൽ കിട്ടും. അവദാനികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിത പാടുന്ന പദ്യം, കവിതകൾ ചൊല്ലുന്ന ആന്ധ്രാപ്രദേശിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവദാനികൾ എന്ന് പറയും. ശതാവധാനി, അഷ്ടാവധാനി എന്നൊക്കെ പറയും. അഷ്ടാവധാനികൾ എന്ന് പറഞ്ഞാൽ 8 പേര് ചുറ്റും ഇരിക്കും. 8 പേര് 8 സബ്ജക്റ്റ് പറയും. ആ 8 സബ്ജക്റ്റിനെ ഉൾക്കൊണ്ടൊരു പാട്ട് പാടണം. അതാണ് അഷ്ടാവധാനി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ശതാവധാനികൾ ആരുമില്ല. അപ്പൊ ഈ അവധാനി പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നൊരു മെത്തേഡുണ്ട്, ഒരു പ്രാക്ടീസ് മെത്തേഡ്. അതാണ് അവദാനം. ഇതിനെക്കുറിച്ച് നമ്മുടെ യൂട്യൂബിലോ നിങ്ങളുടെ ഗൂഗിളിലോ അടിച്ചാൽ അതിൻ്റെ നോട്ട്സ് ഒന്നും കിട്ടത്തില്ല. പക്ഷെ എൻ്റെ കയ്യിൽ എൻ്റെ നോട്ട്സ് ഉണ്ട്. ഞാൻ ഇന്നും ഇത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനിത് പ്രൂവ് ചെയ്തിട്ട് ഇറക്കുന്ന രീതിയിലാണ്. നിരവധി ആളുകൾ നമ്മളിത് വന്ന് കാണുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ മോനിപ്പോൾ ചെയ്ത ഈ കാര്യം എണ്ണിയത് 67. ഇത് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ എത്ര ഉണ്ടെന്ന് എണ്ണ തന്നെ പറഞ്ഞൂടെ? ഇത്ര എന്തുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്? എണ്ണിയോ? ഇപ്പം എത്ര ഉണ്ട്? എണ്ണിയോ? ഈ ഒരു ഫോക്കസ് ഇല്ലേ നമുക്ക് കിട്ടുന്നത്? ഇത്ര കിട്ടുമ്പോഴും വരും. കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇത്ര കാണുമ്പോൾ അറിയാം, 64 അറിയാം. അതിനൊരു മന്ത്രം ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പണ്ട് കാലത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദീക്ഷാമന്ത്രം കിട്ടുകയാണെങ്കിൽ നേടിയെടുക്കാമെന്നും പറയുന്നുണ്ട്. ഞാൻ പക്ഷെ ഒരു വേദിയിൽ ആ മന്ത്രം കിട്ടിയത് കൊണ്ടല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങൾ ലൈവായിട്ട് ചെയ്ത് കാണിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. പക്ഷെ എൻ്റെ ഇതിൽ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് വേണ്ടി കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇതേ നമ്പർ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതി രാവിലെ 11:30 ഇത് കിട്ടുന്നത്. അതിനൊന്നും എനിക്ക് ഇങ്ങനൊന്നും അറിയത്തില്ല. അത് കിട്ടിയതിന് ശേഷം ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയമാണ്. ഡിഗ്രിയൊക്കെ പഠിച്ച് ഇയർ ഔട്ടായി, ഡിഗ്രിയൊക്കെ തോറ്റ്, പിന്നെ ഡിഗ്രി എഴുതി പാസ്സായതാണ് ഞാൻ. ഇത് കിട്ടിയ ശേഷം ഇതാ ജന്മന ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. പഠനം തെളിയിക്കണം എന്താണ്. ഇനി അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ചെയ്യായിരുന്നു, എനിക്ക് റാങ്കൊക്കെ മേടിക്കായിരുന്നു. ഞാൻ എൻ്റെ പഠനത്തിലൊന്നും ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് ആരും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ കുറേ ജോലി എഴുതിയെടുത്തു. ഗവൺമെൻറ് ജോലികളില്ലേ, 33 ജോലികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സിവിൽ സർവീസ് പരീക്ഷ ലിവിൻ ദാസ് സാറെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ട്. ലിവിൻ ദാസ് സാറും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. സാർ എന്നെ മനസ്സിലായി കേട്ടോ. സാറ് മലയാളത്തിലാണ് എഴുതിയത്. ഞാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂ 2 പ്രാവശ്യം ഫെയിലായ ആളാണ്. ഇൻ്റർവ്യൂ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഒരു കുറച്ച് ലക്കൂടെ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടിയില്ല, ഇൻ്റർവ്യൂ കിട്ടിയില്ല. 2 വർഷം തോറ്റ ആളാണ്. എൻഫോഴ്സ്മെൻറ്റ്, IB കുറേ ജോലികൾ കിട്ടിയതാണ്. ഞാൻ പക്ഷെ സെലക്ട് ചെയ്ത ജോലി വനം വകുപ്പാണ്. വനം വകുപ്പിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും നിലവിൽ ജോലിയുണ്ട്. അതിലിരുന്നുകൊണ്ട് ഞാൻ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ റിസർച്ച്, ഈ പ്രജ്ഞാവികാസ കൽപ്പനകൾ, ജ്ഞാനസാധന മാർഗങ്ങൾ, ഭാരതീയ ഗണിത ശാഖകൾ, ഈ 3 വിഷയങ്ങളെക്കുറിച്ച് മാക്സിമം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഞാൻ സംസ്കൃതം പഠിച്ചു. ഇന്ന് വരെ 17,532 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ദിവസം 4,304 പേജ് വരെ വായിച്ചിട്ടുണ്ട്. എനിക്കൊരു പുസ്തകം വായിച്ചു തീർക്കാൻ പറഞ്ഞത് വലിയ കാര്യമല്ല. എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിനകത്ത് ഭാരതീയ ഗണിതത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നിങ്ങളൊക്കെ പഠനത്തിൽ വേദഗണിതം ശീലമാക്കണം. കൃത്യമായിട്ട് വേദഗണിതം പഠിക്കണം. വേദഗണിതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭാരതീയ ഗണിതത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ
ഇപ്പം നമ്മളെല്ലാം പഠിക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും പൈതഗോറസ് തിയറം പഠിക്കുന്നുണ്ട്. കർണവർഗം വിസികത്ത് പാദവർഗം പ്ലസ് ലംബവർഗം അല്ലേ? ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാ? പൈതഗോറസ് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച ചെയ്യല്ലേ. എന്നാൽ പൈതഗോറസ് തിയറം ഇറങ്ങുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇന്ത്യയിലുള്ള ഒരു പുസ്തകത്തിനകത്തുണ്ടായിരുന്നു. ഭാരതീയ ഗണിതത്തിലുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് സുൽഭസൂത്രങ്ങൾ എന്നാണ്. ബൗദ്ധ്യായൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ട്, ഗണിതശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് സുൽഭസൂത്രങ്ങളിലായിരുന്നു ഇതേക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് ബൗദ്ധ്യായന സുൽഭസൂത്രം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നില്ല? നമ്മളിപ്പോഴും പറയുന്നതാ പൈതഗോറസ് തിയറം എന്നാണ് പറയുന്നത്. അതുപോലെ പൈയുടെ വില പഠിച്ചിട്ടുണ്ട് അല്ലേ? പൈയുടെ വില എത്ര? 3.14. അതാരാ കണ്ടുപിടിച്ച? അതിന്റെ വില കണ്ടുപിടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും നമ്മൾ പഠിക്കുന്ന ലെബനീസ് സീരീസിന്റെ വിലയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വലിയ ക്ലാസ്സിലോട് ചെല്ലുമ്പോൾ ലെബനീസ് സീരീസ് നമ്മൾ പഠിപ്പിക്കും. പക്ഷെ പയ്യയുടെ യഥാർത്ഥ വില കണ്ടുപിടിച്ചത് ആര്യഭടനാണെന്ന് നമുക്കറിയാം. ആര്യഭടീയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4 വരി ശ്ലോകം എഴുതിയിട്ടുണ്ട്. ആ ശ്ലോകത്തിന്റെ മീനിങ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടുന്നത് 3.14 ആണ്. ആ ശ്ലോകം എങ്ങനെയാണ്? ചതുരധികം ശതമഷ്ടഗുണം ദശഷ്ടി സഹസ്രാണം ഐകദ്വൈത വിഷ്കംഭസ്യ ആസന്നോ വൃത്തപരിണാഹ. മീനിങ് അറിയാം? കാൽക്കുലേറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയുന്നത് ചതുരധികം ശതമഷ്ടഗുണം. ചതുരധികം എന്ന് പറഞ്ഞാൽ ചതുരം 4. ചതുരം എന്ന് വെച്ചാൽ 4 വർഷമാണ് ചതുരം. ചതുരത്തിന് 4 എന്ന് പറയും. പണ്ട് കാലത്ത് സംഖ്യകളെ ഭൂതസംഖ്യകളെന്നും കടവ്യാധി സംഖ്യകളെന്നും പരൽപ്പേർ എന്ന് പറഞ്ഞ സംഖ്യകളെന്നും തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പഴയ ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂതസംഖ്യയും കടവ്യാധി സംഖ്യയൊക്കെ പഠിക്കണം. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു ഒരു ചാനലിന്. നമ്മൾ പറയും വീട്ടിലൊക്കെ കമാ എന്നൊരക്ഷരം മിണ്ടിപ്പോരുന്നു. കമാ എന്നൊരക്ഷരം നീ മിണ്ടിപ്പോരുന്നു പറയും. ഈ കമ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കടവ്യാധി സിസ്റ്റം വെച്ചാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ക എന്ന് വെച്ചാൽ കടവ്യാധിയിൽ 1 അക്ഷരം. മായയുടെ കാര്യം 5 ആണ്. കടവ്യാധി എന്ന് വെച്ചാൽ അങ്കതവും മാമഗതി എന്ന് വെച്ചാൽ സംഖ്യ തിരിച്ചിട്ട് പറയണമെന്നാണ്. അപ്പൊ എത്ര? 51 അക്ഷരവും മിണ്ടരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് പണ്ട് എഴുതി വെച്ചത്. അവർക്ക് നാരായണീയം എന്നൊരു ബുക്കുണ്ട്, അറിയാം? നാരായണത്തിന്റെ 1008 ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ആയുരാരോഗ്യ സൗഖ്യം. ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഈ ആയുരാരോഗ്യ സൗഖ്യവും ഇതുപോലെ കടവ്യാധി വാല്യൂ. ഖലിദിന സംഖ്യ തുടങ്ങി ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ആ ദിവസത്തിന്റെ വാല്യൂ ആണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ആ നാരായണി എഴുതി തീർത്തത്. അതിനെ ആസ്പദമാക്കി അദ്ദേഹം ഉപയോഗിച്ച വാല്യൂ ആണ് ആയുരാരോഗ്യ സൗഖ്യം. പണ്ട് കാലത്ത് നമ്മൾ ബുക്കിൻ്റെ അകത്തുള്ള ശ്ലോകം വായിക്കുമ്പോൾ സൂര്യൻ എന്ന് കാണും. നമ്മൾ ഒരിക്കലും സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, സൂര്യന്റെ വാല്യൂ എത്രയെന്ന് അറിയാം? 1. അതുകൊണ്ടാണ് പഴയ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ച് പലതും അൺലോക്ക് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഇന്ന് പഠിക്കുന്നതിനേക്കാളും വളരെയധികം നോളജുകൾ ഇപ്പോഴും പഴയ ഗ്രന്ഥങ്ങളിലും പഴയ ബുക്കിലും ഉണ്ട്. ഭാരതീയ ഗണിതം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗിന് എൻട്രൻസ് എന്നൊരു പാടൊന്നുമില്ല കേട്ടോ. നമ്മളുടെ നോളജ് വളരെ ഹൈ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ചതുരധികം ശതമഷ്ടഗുണം എന്ന് പറഞ്ഞാൽ ചതുരം മീൻസ് 4 എന്നാണ്. ചതുരധികം 4+, ശതം 100, അഷ്ടം 8, ഗുണം. ചതുരധികം 4 അധികം ശതം 104, അഷ്ടം ഗുണം 8, 104 ഗുണം 8 832 കിട്ടും. അതാണ് ആ വാല്യൂ. ചതുരധികം ശതമഷ്ട ഗുണം 832. ദ്വ ഷഷ്ടി തതസഹസ്രാണ. ദ്വ മീൻസ് ദ്വാദശി, ദ്വ 2 എന്നാണ്. ദ്വഷഷ്ടി 60 എന്ന ഷഷ്ടി. ഇപ്പൊ ദ്വഷഷ്ടി 62 എന്നാണ്. സ്ഥിതി സഹസ്രാണ എന്ന് വെച്ചാൽ 62ന്റെ 1000 മടങ്ങ് 62,000. അതിന്റെ കൂടെ 832 കൂട്ടണം. 62,832. ഐത ദ്വൈത വിഷ്കംഭസ്യ. ഐതം മീൻസ് 10,000 എന്നാണ്. ദ്വൈതം മീൻസും 10,000 എന്നാണ്. അപ്പൊ ഐത ദ്വൈതം 20,000. വിഷ്കംഭസ്യ മീൻസ് ഭാഗിക്കുക എന്ന് വെച്ചാൽ 62,832-നെ 20,000 കൊണ്ട് ഭാഗിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? ആസന്നോ വൃത്തപരിണാഹ. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് 3.14. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷനില്ല, നമ്മുടെ സംസ്കാരത്തിൽ നമുക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പം ഭാരതീയ സംസ്കാരത്തിലെ നമ്മളുടെ മാത്തമാറ്റിക്സിന് ഭാരതീയ ഗണിതം എന്നൊരു ഭാഗമുണ്ട്.
ആ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ മാത്തമാറ്റിക്സുകളും വളരെ എളുപ്പമായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമുക്കൊരു ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യം പോലും വേണ്ട. ഒരു ക്വസ്റ്റ്യന് സംഖ്യ മാത്രം കിട്ടിയാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇവിടെ ചെക്കാണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു MCQ ചോദ്യം എന്നോട് ചോദിക്കാം. ഞാൻ ബോർഡോ പേപ്പറോ പേന എടുക്കത്തില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പോലും പറയണ്ട, ആ സംഖ്യ മാത്രം പറഞ്ഞാൽ അതിന് ആൻസർ പറയാം. ചോദ്യം പോലും വേണ്ട. അത്രയ്ക്ക് ബന്ധമുണ്ട് നമ്മൾ സംഖ്യകൾക്ക് തമ്മിൽ. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ഞാനൊരു ഇൻ്റർവ്യൂവിൽ നീറ്റ് JEEയുടെ പുസ്തകം എടുത്ത് വെച്ചിരിക്കുന്ന ആൻസർ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന്. ഒരിക്കലും അല്ല. ഒരു ചോദ്യം കണ്ട് നമുക്കറിയാം ഇതിന് ആൻസർ C, ഇതിന് ആൻസർ B, ഇതിന് ആൻസർ A, ഇതിന് ആൻസർ D, ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. അത് കിട്ടിയാലും 3 നേരം നിങ്ങൾ എൻട്രൻസിൻ്റെ പകുതി മുക്കാൽ ചോദ്യങ്ങളും വളരെ നിമിഷ നേരങ്ങൾക്കുണ്ടായി ചെയ്തു വരും. ലോകത്തിലെ ഏറ്റവും നിങ്ങൾ പഠിക്കുന്ന മാത്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു സബ്ജക്റ്റായിട്ടാണ് പഠിക്കുന്നത് അല്ലേ? പക്ഷെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജാണ്. ദൈവത്തിൻ്റെ ഭാഷയാണ് മാത്തമാറ്റിക്സ്, ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും മാത്തമാറ്റിക്സ് ഉണ്ട്. നമ്മളെ ജോമെട്രി എന്ന് കേട്ടിട്ടുണ്ടോ? ജോമെട്രിയുടെ മലയാളം എന്താ? ചിലർ ജാമതി എന്ന് പറയും, വേറൊരു മലയാളമുണ്ട്. ജാമതി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, കുഴപ്പമില്ല. കറക്റ്റ് മലയാളം പറയാം. ജോമെട്രിയുടെ കറക്റ്റ് മലയാളം ആർക്കെല്ലാം അറിയാം? ക്ഷേത്രഗണിതമാണ്. ചില ബുക്കുകളിൽ ക്ഷേത്രഗണിതം കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്ന അളവുകളെല്ലാം ജാമതി രൂപങ്ങളിലാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ 2-3 ക്ഷേത്രങ്ങളിൽ ഗണിതം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, നമുക്കിപ്പോഴൊന്നും അത് ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അത് ചിന്തിക്കാനോ ചെയ്യാനോ കഴിയാത്തതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ അപര്യാപ്തതയാണ്. ഭാരതീയ നോളജിൻ്റെ, ഭാരതീയ ഗണിതശാസ്ത്രജ്ഞർ നിങ്ങളെല്ലാം നാളെ എഞ്ചിനീയറിംഗ് ആയാൽ പോലും നിങ്ങൾ എത്ര വലിയൊരു നിർമ്മിതി നിർമ്മിച്ചാലും പഴയ നിർമ്മിതിയുടെ അത്രയും നിങ്ങൾക്ക് വരുത്താൻ പറ്റാത്തതിൻ്റെ കാരണവും ഈ മാത്തമാറ്റിക്സ് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ മിക്ക കാര്യങ്ങളിലെയും നമുക്ക് കാൽക്കുലേറ്റർ വേണ്ട, കലണ്ടർ വേണ്ട, ക്ലോക്ക് വേണ്ട, ഒരു സാധനത്തിൻ്റെയും സഹായം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും നമ്മൾ ഈ കാലഘട്ടത്തിൽ. അതിന് നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും. അവിടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ ക്ഷേത്രത്തിൽ മാത്രമുള്ള ആ നിർമ്മിതിയിൽ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൂര്യരശ്മികൾ ആ ഹോളിനടക്കൂടി ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് ഇത് നിർമ്മിച്ചതെന്നറിയാം. അതിൻ്റെ മാത്സിൻ്റെ പേരാണ് ഫലപ്രഭ. നിങ്ങൾ നെറ്റിലടിച്ചാലും കിട്ടാമെന്നൊന്നും പോകുന്നില്ല. കിട്ടിയാൽ നിങ്ങൾ പഠിച്ചോ. ഫലപ്രഭ കണ്ടുപിടിക്കുന്ന ആംഗുലർ വെലോസിറ്റിയുടെ ആംഗിളിൻ്റെ നോളജ് ഉണ്ട്. അത് വേറെ എവിടെയും ഇല്ല. 2, തഞ്ചാവൂർ ക്ഷേത്രം അറിയാം. ആ ക്ഷേത്രത്തിന് പ്രത്യേകമുണ്ട്, അതിനൊരിക്കലും നിഴലില്ല. നിഴലില്ലാത്ത ക്ഷേത്രമാണ്. നിഴൽ വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്ത ടെക്നിക്കുണ്ട്. അവിടെ ഉപയോഗിച്ച ഗണിതമാണ് ക്ഷേത്രഗണിതമാണ് ത്രികോണമിതി. 10ാം ക്ലാസ്സിൽ പഠിക്കും ട്രിഗോണോമെട്രി. 30, 0, 30, 60, 90 എന്ന് പറഞ്ഞ വാല്യൂ പഠിക്കത്തില്ലേ? ആ ട്രിഗോണോമെട്രി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ബൃഹദേശ്വര ക്ഷേത്രം പണിയെടുപ്പിച്ചത്. തന്നെ നമ്മൾ കുറേ നേരമായിട്ട് ഞാനിവിടെ നിൽക്കുക. ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ബോർഡ് വന്നിട്ടില്ല, മാർക്കർ വന്നാലേ എഴുതാൻ പറ്റും, അത് കാണിക്കാൻ പറ്റും. എനിക്ക് ഇത്ര സമയം പോയില്ലേ? ഇപ്പം ഞാനിപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ചിട്ടുണ്ടെന്നേ, ഞാൻ വാച്ച ഒന്നും എടുത്തില്ലല്ലോ. ഇനി ഇപ്പോഴത്തെ സമയം എനിക്കറിയാൻ പറ്റും. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഇവിടെ ക്ലോക്ക് എങ്ങും ഇല്ല കേട്ടോ. നിങ്ങളങ്ങനെ സംസാരിച്ചിട്ടിരിക്കല്ലേ? ഞാൻ കാണിച്ചത് എൻ്റെ ഈ വിരലിനെ തുമ്പത്തിക്കുന്ന സമയമുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സമയം 2:43 ആണോ? വ്യത്യാസമുണ്ടോ? 2:43 അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് മനസ്സ് വന്നിട്ട് എൻ്റെ ബ്രെയിനിൽ ചിപ്പൊക്കെ ഘടിപ്പിച്ചിട്ട് നോക്കിയതാണ്. എന്നെ ഇരുട്ടത്തിലെത്തി 3 മണിക്കൂർ. 8 തവണ സമയം പറഞ്ഞു, ഒറ്റ തവണ തെറ്റിയില്ല. പണ്ട് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി സമയം പറയും. ഈ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി സമയം പറഞ്ഞ് ശംഖു എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഫലപ്രഭ കണ്ടുപിടിച്ചിരുന്നത് പണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ കൃത്യ ആംഗിളെല്ലാം കൃത്യം അറിയാം. എങ്ങനെയാണത് പണിതെന്ന്, എൻ്റെ കോണളവ് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ കണക്ക് തന്നെയാണ് നമ്മളുടെ തഞ്ചാവൂർ ക്ഷേത്രവും. 6.5 കിലോമീറ്റർ നീളത്തിൽ റോഡ് കെട്ടിയിട്ടാണ് ആ അമ്പലം പണിതേക്കുന്നത്. അത് കണക്ക് തന്നെ നമ്മളുടെ ഗുരുത്വാകർഷണ നിയമം നമ്മൾ പഠിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആരാ കണ്ടുപിടിച്ചത്?
ഐസക് ന്യൂട്ടൺ ഏത് വർഷം അറിയാം? 1700-കളിലാണ്. പക്ഷേ ഐസക് ന്യൂട്ടനാണോ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്? അല്ല. ഗുരുത്വാകർഷണ നിയമം ഐസക് ന്യൂട്ടനേക്കാളും മുമ്പ് വന്നത് ഇന്ത്യയിലാണ്. അതിന് തെളിവുണ്ട്. എവിടെ നിന്നറിയാം? ആന്ധ്രാപ്രദേശിലൊരു ലേപ്പാക്ഷി എന്നൊരു ടെമ്പിൾ ഉണ്ട്. ചുമ്മാ നെറ്റിൽ അടിച്ചു പോകണം, പോകാൻ പറ്റി പോകണം. ലേപ്പാക്ഷി ടെമ്പിളിന്റെ പ്രത്യേകിച്ചാൽ അവിടുത്തെ ഒരു തൂണ് പോലും തറയിൽ മുട്ടി നിൽപ്പില്ല. ആ തൂണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം എല്ലാം ഇന്ത്യയിൽ നിന്ന് വന്നതിന് പ്രൂവാണ്. നിങ്ങൾ വന്ന് ഏത് നോളജ് പറഞ്ഞാലും ഞാൻ പറഞ്ഞുതരാം അത് ഇന്ത്യയിൽ എവിടെ കിടന്നത്. നമ്മളെല്ലാ നോളജുകളും ഇന്ത്യയിലായിരുന്നു വന്നത്. എവിടെ പോയി? വിദേശികൾ നമ്മളെ ഇവിടുത്തെ പള്ളിക്കൂടമെന്നും പറയാനാണ് പഠിപ്പിക്കുന്നത് അല്ലേ? പള്ളിക്കൂട അവധി നമ്മൾ പറയുന്നത്. പള്ളിക്കൂട അവധി, പള്ളിക്കൂടത്തിൽ പോയ പള്ളിക്കൂടമാണ്. അങ്ങനെയാണ് ഇവിടെ സ്കൂളുകൾ കൂടുതൽ സ്ഥാപിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരും. അവരുടെ ആശയങ്ങൾ വന്നപ്പോഴേക്കും നമ്മുടെ ഇതിനൊക്കെയുള്ള ആശയങ്ങളെല്ലാം പോയി. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ആശയങ്ങളൊക്കെ പഠിക്കണം. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ഭാരതീയ ഗണിതത്തിൻ്റെ പറഞ്ഞ് നിങ്ങൾ അബാക്കസാണ് പഠിക്കുന്നത്. പലരും അബാക്കസ് പഠിക്കാൻ പോകുന്നത്. എത്ര ഒരു വേദിക് മാത്സ് പഠിക്കുന്നുണ്ട്. വേദിക് മാത്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പഠിച്ചുള്ള ബെനിഫിറ്റിനെ കുറിച്ചൊന്നും യാതൊരു ധാരണ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. വേദിക് മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഓക്കെയോ. ബോർഡ് മാർക്കില്ലാത്തതാണ് മടിച്ചിരിക്കുന്നത്. ഒന്ന് അറിഞ്ഞത് നിങ്ങളുടെ ന്യൂറോ ജനസിസ് നിങ്ങൾ ഇമ്പ്രൂവ് ആകും. 2 നിങ്ങളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആകും. 3 നിങ്ങളുടെ ന്യൂറോ ഷെൽഫിംഗ് ഇമ്പ്രൂവ് ആകും. ഈ 3 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഹൈ ആവും. ഞാൻ പറയില്ല, നിങ്ങൾക്ക് 1 മണിക്കൂറിൽ എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 100 പേജ് കൂടുതൽ പഠിക്കാൻ കഴിവുണ്ട്. നിങ്ങൾ +2 പുസ്തകം 2 മാസം കൊണ്ട് പഠിച്ചു തീർത്ത കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. 2 മാസം കൊണ്ട് മൊത്തം ബുക്കും പഠിച്ചു തരും. ഫിസിക്സിൻ്റെ ബുക്കൊക്കെ പഠിച്ചു തീർക്കാൻ 22 ദിവസം ധാരാളം. ഫിസിക്സ് ബുക്ക് എടുക്കുക, തുടർന്ന് പഠിച്ചു തീർക്കുക, കളയുക. നിങ്ങൾ പേജ് സഹിതം പറയും 35ാമത്തെ പേജ് എന്തൊക്കെ, 45ാമത്തെ പേജ് എന്തൊക്കെയെന്ന് വരെ പറയാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന രീതിയാണ് ന്യൂറോ ഷെൽഫിംഗ്. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാനിത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല വേദികൾ ചെയ്യുകയും പല സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് സത്യത്തിൽ ഇത് അധികം വിശ്വസനീയമല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് 2010-ലാണല്ലോ ഇത് അറിയുന്നത്. ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് എൻ്റെ പത്രത്തിൽ എൻ്റെ വാർത്തയൊക്കെ വന്നിരുന്നു 2011-ൽ. ഞാൻ എപ്പോഴങ്ങ് പിൻവലിഞ്ഞ് മാറി ജോലിയിലേക്ക് കയറി ഞാൻ ഇതിൻ്റെ റിസർച്ചുമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയിരുന്ന സമയത്ത് അന്ന് എൻ്റെ ബ്രെയിൻ പഠിക്കാൻ കുറച്ച് ആൾക്കാർ വന്നതാണ്. അന്ന് ഞാൻ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കി വിട്ട ആളായിരുന്നു. അന്നാണ് എൻ്റെ IQ ടെസ്റ്റ് ചെയ്തത്. എൻ്റെ IQ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ IQ 187.4 ആയിരുന്നു. 187.4 എൻ്റെ IQ. അത് ആൽബർട്ട് ഐൻസ്റ്റീനേക്കാളും 27 കൂടുതലായതുകൊണ്ട് IQ - കേരള എന്ന പേര് വരും. അങ്ങനെയാണ് എനിക്ക് IQ - കേരള എന്നുള്ള പേര് വരുന്നത്. വന്ന ശേഷം ഞാൻ അവിടെ പോലെ എന്നെ അറിയപ്പെടുന്ന IQ - എന്നാണ്. അപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? അതിനുവേണ്ടി ഞാൻ പുസ്തകം എടുത്തപ്പോഴാണ് എല്ലാ ടെക്സ്റ്റുകളും സംസ്കൃതമാണ്. സംസ്കൃത വിവർത്തനം ചെയ്ത ബുക്കുകൾ കുറവാണ്. അപ്പം ഞാൻ സംസ്കൃതം പഠിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടിരുന്ന ഓരോ ടെക്സ്റ്റും വായിച്ച് കിട്ടിയ നോളജുകളിൽ നിന്നാണ് ഞാനിപ്പം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഒരു പാർട്ടാണ് IQED എന്ന് പറയും, ഇൻ്റലിജൻറ്റ് കോഷ്യന്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ. അതിപ്പം നിലവിൽ ലഭ്യമാണ്. അതിനകത്ത് നിങ്ങൾ IQ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആ സൈറ്റ് പറഞ്ഞുതരാം, ഫ്രീ ആയിട്ട് ചെയ്യാം. IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ IQ ടെസ്റ്റ് ചെയ്തിട്ട് 130-ന് മുകളിൽ സ്കോറുള്ളവരുണ്ടെങ്കിൽ, ഞാനൊന്നുകൂടെ പറയാം, IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ IQ ടെസ്റ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാം. പൈസ ഒന്നും അത്ര, നിങ്ങൾക്ക് റിപ്പോർട്ട് എടുക്കാം. IQED ഇൻ്റലിജൻറ്റ് കോഷ്യന്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ IQED.in IQED.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. 3 കാറ്റഗറി ഉണ്ട്. ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടും. റിസൾട്ടിനകത്ത് നിങ്ങളുടെ സ്കോറ് 130-ന് മേലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് 36 വില വരുന്നൊരു കോഴ്സുണ്ട്. അതെനിക്ക് ഫ്രീ ആയിട്ട് തരാം. 130-ന് മേളിൽ സ്കോറുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ കോഴ്സ് ഞാൻ തരാം. ഒരു ജോലിയും വേണ്ട, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള. അത് IQ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതാണ് നമ്മൾ നിംഹാൻസ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിംഹാൻസ് റിസർച്ചിൽ അത് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഇവിടുത്തെ റിപ്പോർട്ടിലൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്.
ഈ നമ്മളുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വരെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആ സിസ്റ്റം വെച്ചിട്ട്. അതിനകത്ത് എനിക്ക് അറിയാൻ പറ്റുന്ന 6 മേഖലകളാണ്. 1 പ്രോബ്ലം സോൾവിങ്, 2 ലോജിക്കൽ റീസണിങ്, 3 വെർബൽ കോംപ്രിഹെൻഷൻ, 4 സ്പേഷ്യൽ റീസണിങ്, 5 വർക്കിംഗ് മെമ്മറി, 6 പ്രോസസ്സിംഗ് സ്പീഡ്. നിങ്ങൾ ഇതിലേത് മേഖലയിലാണ് നിങ്ങൾ വീക്ക് എന്നുള്ളത് നിങ്ങൾ അത് കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ക്ലാസ്സിന് പോകുന്നല്ലാതെ നിങ്ങൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളാകേണ്ട വേറെ മേഖലയാണ്. അത് കണ്ടുപിടിക്കണം. അത് ഈ IQ ടെസ്റ്റ് നിങ്ങളെ സഹായിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് സിവിൽ സർവീസ് ആണ് ആഗ്രഹമെങ്കിൽ തന്നെയും നിങ്ങൾ ഏത് കപ്പാസിറ്റി ആണെങ്കിൽ കുറവ്, നിങ്ങളത് ഇപ്പോഴേ ഇമ്പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്ത് എത്ര പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മുകളിലോട്ട് കയറി വരാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ IQ ടെസ്റ്റ് പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾക്ക് തന്നെ ബോധ്യം ഉണ്ടാവണം, എനിക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുറവാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കണം. അതിനുള്ള സൊല്യൂഷൻ എല്ലാം IQഡിലുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരാൻ പറ്റും. ഇപ്പം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഒരാൾ, ന്യൂസ് പേപ്പർ വായിക്കാത്ത ഒരാൾ, ക്വസ്റ്റ്യൻ വിശകലനം ചെയ്യാൻ കഴിവില്ലാത്തവർ എന്ത് ചെയ്യും? അതിപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴേ സിവിൽ സർവീസ് ലെവലിൽ നിലവരുത്തി ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം. ഇപ്പോൾ ഒരു ഡോക്ടറാവാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പ്രോബ്ലം സോൾവിങ്ങും ലോജിക്കൽ റീസണിങ്ങും ഹൈ ആയിരിക്കണം. പ്രോബ്ലം സോൾവിങ് ലോജിക്കൽ റീസണിങ് ഹൈ ആണെങ്കിൽ പഠിക്കേണ്ട ചില മേഖലകളുണ്ട്. അതിനാണ് ബ്രെയിനിൻ്റെ പാർട്ടിനാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ ജെനസിസ് എന്ന് വിളിക്കുന്നത്. അത് ഇമ്പ്രൂവ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബോർഡ് വരാത്തതുകൊണ്ടാണ് എനിക്കത് പറയാൻ വേണ്ടി. എനിക്ക് എഴുതണം, എന്നാലേ അത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ബുക്കുണ്ടോ? ബുക്കുണ്ടെങ്കിൽ എടുത്താൽ ഞാൻ ബുക്കിൽ എഴുതാം. ബോർഡില്ല സാർ, അതാണ് ബോർഡില്ലാതെ എഴുതാൻ. ഇനിയിപ്പോൾ എന്തേ പറ്റാം. ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച സാധനം വെച്ചാൽ, എനിക്ക് നിങ്ങൾ ഒരു മണിക്കൂറിൽ 250 പേജ് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളെ ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ബോർഡ് എടുത്ത് വെച്ചത് എന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് സ്കില്ലുണ്ട്. ആ സ്കില്ലുകൾ ഞാൻ ഒരുപാട് ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ആൾക്കാരത് വിശ്വസിക്കത്തില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് വിശ്വസിക്കണമെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും, ഇന്നാ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കഴിവ് വന്നാൽ കിട്ടുന്നൊരു റെക്കോർഡുണ്ട്, എന്താ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയും. അപ്പം ഇതെന്തായിട്ട് ഇദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഗിന്നസ് റെക്കോർഡ് കിട്ടേണ്ട ആളല്ലേ? അങ്ങനെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ ഒരു പാകിസ്ഥാൻകാരൻ്റെ പേര് ഒരു ഗിന്നസ് റെക്കോർഡുണ്ട്. ലോങ്ങസ്റ്റ് നമ്പർ സീക്വൻസ് മെമ്മറൈസ്ഡ് ഇൻ 4 seconds ഈസ് 30. അതാണ് റെക്കോർഡ് ടൈറ്റിൽ. എന്ന് വെച്ചാൽ 4 സെക്കൻഡ് സമയം തരും. മുന്നിൽ കാണുന്ന ഒരു 30 അക്ക സംഖ്യ കാണാതെ പറയണം, കാണാതെ പഠിക്കണം. എന്ന് വെച്ചാൽ 30 അക്കങ്ങളുടെ സംഖ്യ 4 സെക്കൻഡ് കൊണ്ട് കാണാതെ പഠിച്ച് പറഞ്ഞിട്ടാണ് അയാൾക്ക് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. 3 വർഷമായിട്ട് പാകിസ്ഥാൻകാരൻ്റെ പേരിലാണ് ആ റെക്കോർഡ്. ഞാൻ ആ റെക്കോർഡ് അങ്ങ് ബ്രേക്ക് ചെയ്തു. 4 സെക്കൻഡിൽ 48 നമ്പർ. ഇപ്പം 18 നമ്പർ കൂടുതലാണ്. സത്യത്തിൽ 31 പറഞ്ഞാൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. ഞാൻ കൊടുത്തപ്പോൾ 48 നമ്പറാണ് കൊടുത്തത്. 4 സെക്കൻഡിൽ 48 നമ്പർ പറഞ്ഞ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഇപ്പം എൻ്റെ പേർക്കാണ് ആ റെക്കോർഡ് കിടക്കുന്നത്. ഇനി ആ റെക്കോർഡ് 49 തകർത്താൽ എനിക്ക് വിഷമമില്ല. നിലവിൽ ഞാൻ 1 സെക്കൻഡിൽ 300 അക്ക നമ്പർ മെമ്മറൈസ് ചെയ്യും. അത് ഒറ്റ സെക്കൻഡിൽ. എനിക്ക് 4 സെക്കൻഡ് ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ റെക്കോർഡ് ഫ്രീ ആക്കിയിട്ടൊക്കെയാണ്. ഒരു 15 റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധനം എൻ്റെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അടുത്ത മാസം എൻ്റെ 6 കുട്ടികൾ റെക്കോർഡിന് ശ്രമിക്കുന്നുണ്ട്. നാളെ അതിൻ്റെ വീഡിയോ ട്രയലാട്ടാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്ക്രീനില്ലാത്ത ബോർഡ് എടുക്കുന്നത്. നിങ്ങൾ 1 മുതൽ 0 വരെയുള്ള നമ്പറുകൾ റാൻഡം ആയിട്ട് പറയണം. 1 2 3 4 5 6 7 8 9 0. ചുമ്മാ പറ. ഏതാ? 8. സ്പീഡിൽ പോണേ. 2. സ്പീഡിൽ പോ. 9 7 0 5 1 0. പറഞ്ഞോ. 6 3 5 2 1. പറഞ്ഞോ, ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി. 4 8 9 9 5 0 4 8 3 6 3 2 6 5 4 3 2 1 7 8 7
6 9 7 0 5 മതി. ഞാൻ ആദ്യം ഒരു ചലഞ്ച് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്, ഓർമ്മയുണ്ടോ? ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ, ഫസ്റ്റ് ടൈം കാണുന്ന നമ്പറല്ലേ. ഈ നമ്പറിന് ഞാൻ ഒരു 3 മിനിറ്റ് സമയം തരാം. ഇപ്പം സമയം 2:54 കാണണം. ഞാൻ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് സമയം തരാം. ഈ 3 മിനിറ്റ് സമയം കൊണ്ട് ഈ നമ്പർ കാണാതെ പഠിച്ചിട്ട് ഇവിടെ വന്ന് കാണാതെ പറയുന്ന ആൾക്ക് ഞാൻ ആയുഷ്കാലം എൻ്റെ ചിലവ് ഞാൻ അവരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കും. ഫുൾ ചിലവ്. ചലഞ്ച് എടുക്കുക. 3 മിനിറ്റ് സമയം, 3 മിനിറ്റ് തുടങ്ങിക്കോ. ഞാൻ നോക്കട്ടെ, ആരെങ്കിലും പഠിക്കാൻ വരുന്നവരുണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. ട്രിവാൻഡ്രത്തേക്കും കൊല്ലത്തേക്കും ഉണ്ടാവില്ല. ട്രിവാൻഡ്രത്തിനായാലും നോക്കണമെന്ന്. അപ്പോൾ ബോർഡൊക്കെ സെറ്റ് ചെയ്യണേ. അവരത് പറഞ്ഞ് കൊല്ലത്തുണ്ട്. ടൈം ആയില്ലേ? 3 മിനിറ്റ് ആയില്ലോ? 2:57 ആയല്ലോ. ആയില്ലേ? 2:57 ആയില്ലേ? സമയം എൻ്റെ അടുത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട. 2:57 ആയിപ്പം. ആരാ പറയുന്നത്? ഞാൻ നേരത്തെ അക്ഷരഹൃദയ മന്ത്രം പറഞ്ഞായിരുന്നില്ലേ? പണ്ട് കാലത്ത് സ്വാമി വിവേകാനന്ദ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു. അറിയാം? ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയും. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് സയൻസ് വിശ്വസിക്കാത്തൊരു സംഭവമാണ് ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി. എന്നുവെച്ചാൽ ഫോട്ടോ എടുത്ത പോലെ പഠിക്കാൻ പറ്റണം. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞ നമ്പറല്ലേ? ഇത് പഠിക്കാനാണ് നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം തന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ചലഞ്ചും തന്നു. എന്താ? നിങ്ങൾക്ക് പഠിക്കാൻ ഓഫർ തരാമെന്ന്. ശരി, ഒരവസരം തരാം. നിങ്ങൾ പറയുന്ന ഏത് സമയം കൊണ്ട് ഞാൻ അത് പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ ആ ഓഫർ നിങ്ങൾക്ക് തരാം. 5 സെക്കൻഡ്. 1 സെക്കൻഡ്. എത്ര നമ്പറുണ്ടെന്ന് അറിയാമോ? എത്ര നമ്പറുണ്ടത്? എത്ര നമ്പറുണ്ടെന്ന് നോക്കിയോ? ഉം 48 ഉള്ളോ? 50 ഇല്ലേ? 49? 50 അല്ലേ? ഞാൻ 50 പറഞ്ഞാൽ എഴുതിയത്. തെറ്റിക്കാണെന്ന് ഞാൻ എഴുതില്ല. ശരി, നോക്കാം. എനിക്ക് 5 സെക്കൻഡ് തന്ന ഒരാൾ എനിക്ക് 1 സെക്കൻഡ് തന്നു. നമുക്ക് നോക്കാം അല്ലേ? ശ്രമിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു നോക്കണേ. ഞാൻ എന്ത് ചെയ്യുന്നതാണെന്ന് നോക്കിയോ.
നോക്കട്ടെ, പഠിക്കട്ടെ, പഠിക്കാൻ പോകുന്നേ, പഠിക്കാൻ പോവാ. റെഡി? കഴിഞ്ഞു കഴിഞ്ഞു പഠിച്ചു നോക്കാം നമുക്ക്. ശരി, ഇവിടെ മതിയില്ല, ഇവിടെ നിൽക്കാം അല്ലേ? ഇവിടെ നിൽക്കാം. 8 4 2 9 3 7 0 5 1 0 6 3 5 3 2 1 7 4 8 9 9 5 0 2 1 4 8 3 6 3 2 6 1 9 5 4 3 2 1 7 1 1 2 1 7 8 7 0 5 2 1 9 7 0 5 2. ഫോട്ടോഗ്രാഫർ നിലവിലുണ്ടോ? ഫോട്ടോഗ്രാഫർ നിലവിലുണ്ടോ? ഇന്ത്യയുടെ ആശയമാണ്. പണ്ട് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിരുന്നത് ഉണ്ടെന്ന്, ഇപ്പോഴും ഉണ്ട്. തെളിയിക്കണോ? നിങ്ങൾക്ക് എങ്ങനെയുള്ളതെന്ന് ചോദിക്കാം. 1ാമത്തെ റോവിലെ 5ാമത്തെ നമ്പർ എന്ന് പറയുന്നത് 3, അതിനുശേഷം 7, പിന്നെ 0. ആ 0 0, ആ 0 കിടക്കുന്നത് 1, 1 കിടക്കാൻ 2 കിടക്കുക. 7 അതിനെ കിടക്കുന്നത് 8, 8 അതിനെ 7, 7 അതിനെ 0, 0 നമ്മൾ 8, 8 ശേഷം 3, 3 മുകളിൽ കിടക്കുന്നത് കിട്ടിയ 3 മുകളിൽ വന്ന 3 മുകളിൽ കിടക്കുന്നത് 3, ഇപ്പുറത്ത് 6, അപ്പുറത്ത് 5, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. തിരിച്ചു പറയാം. 2 5 0 7 9 1 6 0 7 8 7 1 2 3 4 5 9 1 6 2 3 6 3 8 4 1 2 0 5 9 9 8 4 7. പിന്നെ വരുന്നത് വെയിറ്റ് ഞാൻ പറയാം. 1 2 3 5 3 6 0 1 5 0 7 3. പറയണ്ട, ഞാൻ പറയാം. അവസാനം പോയി. ഓക്കെ, ഞാൻ പറയാം, പോത്തില്ല. 9 2 4 8. ഇതാണ് ഫോട്ടോഗ്രാഫി മെമ്മറി. ഞാനിത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടൊരു വ്യക്തിയാണ്. എൻ്റെ 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതി രാവിലെ 11:30 ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. എനിക്ക് 1 മണിക്കൂർ 275 പേജ് പഠിക്കാൻ പറ്റും. ഒറ്റ സെക്കൻഡ് നോക്കിയതിരിക്കുക സാധനം പഠിക്കാൻ. ഒരു പേജിലൊക്കെ ടക്ക് തീർന്നു പരിപാടി. 18 ഭാഷ എഴുതാൻ വായിക്കുന്നറിയാം. ഒരുപാട് തെളിവുകൾ ഒരുപാട് കാലത്ത് നടന്നതാണ്. അപ്പോൾ ഇത് നിലവിൽ എക്സിസ്റ്റാണ്. അതുകൊണ്ടാണ് എനിക്കിത് കാണാം. നിങ്ങൾ കാണുന്ന അടക്കം എനിക്ക് കാണാം. ഇപ്പം 10ാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണമായിരിക്കും. എനിക്കറിയാം 0 എന്ന്. ഇത്ര സമയം എടുത്തില്ല നിങ്ങൾ ഇത്ര സമയം എടുത്തില്ല. നിങ്ങൾ ചോദിച്ചു, എഴുതുകൊള്ളും ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചു. എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ അത് കാണാം. നിങ്ങൾ കാണുന്നവരെ എനിക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് ഇത്ര സ്പീഡ്. 8 4 2 9 3 7 0 5 1 0 6 3 5 3 2 പരിപാടി കഴിഞ്ഞു. ഇത് ന്യൂമോണിക്സ് ടെക്നിക്സ് എന്ന ടെക്നിക്കുണ്ട്, ബ്രെയിൻ ടെക്നിക്, മെമ്മറി ടെക്നിക്കുണ്ട്. അത് വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത്ര സ്പീഡ് വരില്ല. ഇത്ര ഒഴുക്കിന് പറയാനൊന്നും പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ. അപ്പം ഞാനിത് പ്രൂവ് ചെയ്ത ഒരാളാണ്. നിങ്ങളും ഇതൊക്കെ ട്രെയിൻ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. നിങ്ങൾ സജഷൻസൊക്കെ ഉണ്ട് പറയാം. രാവിലെകളെ എണ്ണിച്ച് പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ എണ്ണിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് പറയാൻ കാര്യം, എപ്പോഴും ഒരേ സമയത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ബ്രെയിനിനെ മാറ്റിയെടുത്തതിന് നമുക്കിതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. ഇത്ര നേടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ശ്രമിച്ച് നേടാൻ പറ്റണമെങ്കിൽ സന്തോഷം. ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. എനിക്കിത് എൻ്റെത് മാത്രമായിട്ട് വെക്കണം ഒരാഗ്രഹങ്ങൾ പോലും എനിക്കില്ല. ഞാനിതൊരു ഷോ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കൂടുതലും നമ്മളെ മക്കളുമാർക്കും നമ്മുടെ ജനറേഷനും കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളൊരാൾ നാളെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യയിൽ ഒരാളല്ലേ ആവുന്നത്. നമുക്കത് അഭിമാനമല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡെഡിക്കേഷൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. രാവിലെ എണ്ണിക്കുക. ഞാൻ എന്നും രാവിലെ 3:45 എണ്ണിക്കുന്ന ആളാണ്. നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ആളാണ്. 9:30 ആകുമ്പോൾ ഉറങ്ങും. ഇന്നലെ ഇവിടുന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. ചോദിച്ചാൽ മതി. ഞാൻ രാവിലെ മിസ് കോൾ ഉണ്ടത്. എന്നെ വിളിച്ചത് 10 മണിക്കാണ് വിളിച്ചത്. അപ്പോൾ 9:30 എന്നെ വിളിച്ചാൽ കിട്ടത്തേയില്ല, പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഞാൻ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഉറങ്ങും. ഞാൻ രാത്രി ഒന്നും ഇരിക്കത്തില്ല വെറുതെ. എന്നും രാവിലെ 3:45 എണീച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നും നിലവിളക്ക് കത്തിക്കും. പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂർ പഠിക്കും.
ഇപ്പോഴും വായനയുണ്ട്. ഇന്നലെ ഒരു വിഷ്ണു എനിക്കൊരു ബുക്ക് കൊണ്ടുവന്നുണ്ട്, റിച്ച് ഡാഡ് പ്യുവർ ഡാഡ്. വായിക്കാൻ തുടങ്ങാൻ പറ്റിയിട്ടില്ല. കാര്യം രാവിലെ വായിക്കാൻ ഒത്തിരി ബുക്കുകൾ പെൻഡിങ് ഇരിപ്പുണ്ട്. എനിക്ക് ഓരോ ആൾക്കാർ ബുക്ക് കൊണ്ടു തരാറുണ്ട്. അപ്പോൾ ആസാമി എന്ന് ഒരുപാട് ബുക്ക് കൊടുക്കുന്നു. എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റില്ല. ഇന്നോ നാളെ അത് എടുക്കണത്. അപ്പോൾ വായനാശീലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ഇമ്പ്രൂവ്. എനിക്കിതൊരു 15 ദിവസം വരെ ഓർത്തിരിക്കും. ഇപ്പം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് ചലഞ്ച് ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ നേരിട്ട് സമയം പോകുന്നതുകൊണ്ട് നേരിട്ട് 3ാമത്തെ ചലഞ്ച് നിങ്ങൾക്ക് പറ്റാത്തതല്ലേ. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ എക്സസൈസ് നിങ്ങൾക്ക് ഇപ്പോൾ തരാം. പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് മായ്ക്കാൻ പറ്റുമോ? മായ്ക്കാൻ പറ്റും. അല്ല, കുഴപ്പമില്ല, ഇവിടെ എഴുതാം. നമുക്കേ +2 പഠിക്കുന്ന ആരെല്ലാം ഉണ്ടോ? ഇല്ല, പഠിക്കുന്ന ആരുമില്ല. ശരി, ഞാനൊരു നിങ്ങൾ സ്കൂളിൽ ശ്രദ്ധിക്കണേ. നിങ്ങളെ സ്കൂളിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിക്കാൻ വന്നാൽ ടീച്ചർ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. +2 എക്കണോമിക്സ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് ആരും പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ പഠിക്കും. എനിക്ക് എന്തും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളെ വെല്ലുവിളിച്ചോ, ഞാൻ എന്ത് വേണം നിങ്ങളെ പഠിപ്പിച്ചു തരാം. എന്ത് സാധനം പഠിപ്പിച്ചു തരാം. ഇപ്പം ഞാൻ പ്രൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു +2 എക്കണോമിക്സിൻ്റെ ഒരു ചോദ്യത്തിന് ഡെഫിനിഷൻ പഠിപ്പിക്കാൻ പോവാം. ഞാൻ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ബുക്കിൽ പോലും എഴുതണ്ട. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നേരെയും പറയും, തിരിച്ചും പറയും, ഇതുപോലെല്ലാം പറയും. ഞാൻ നമ്പർ പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ ക്വസ്റ്റ്യൻ ആൻസർ തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ തിരിച്ചു പറയാൻ പോവാം. A മുതൽ Z വരെ പറയാൻ അറിയാമല്ലോ എല്ലാവർക്കും. ആർക്കെങ്കിലും Z മുതൽ A വരെ പറയാൻ അറിയാം? തിരിച്ച് പറയാം. Z, Y, X, W, V, U, T, S, R, Q, P, O, N, M, L, K, J, H, J, P, D, C, B എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ മറക്കാറില്ലേ? എന്നാൽ ഇപ്പം നോക്കിക്കോ, നിങ്ങളെ മനസ്സിൽ ഞാൻ കയറിത്തരുന്ന കാണിച്ചു തരാം. അതാണ് ന്യൂറോ ഷെൽഫിംഗ് എന്ന് പറയുന്നത്. പ്രാചീന കാലത്തുണ്ടായിരുന്ന പര, പശ്യന്തി, ബൈഖരി, മധ്യമം എന്നൊരു 4 ടോപ്പിക്കുണ്ട്. അതിനെ ഞാൻ മോഡേൺ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ഡെഫിനിഷൻ എഴുതും, മായ്ച്ചു കളയും, നിങ്ങളെല്ലാവരും പഠിക്കും. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആർക്കും മുട്ടായി ഇല്ല, അതുങ്ങൾ ആലോചിച്ചോണം. ആരും പറയാതിരുന്നാൽ എല്ലാവർക്കും മുട്ടായി കിട്ടുന്നതാണ്. പക്ഷെ പഠിച്ചു പോയാൽ പറയണം, കള്ളത്തരം കാണിക്കരുത്. സ്കൂളിൽ തിരിച്ചല്ലേ പഠിക്കാൻ വേണ്ടി പറയാൻ എന്തൊക്കെ ചെയ്യുന്ന ടീച്ചർമാർ. ഇവിടെ ഞാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് ഡെഫിനിഷൻ എഴുതാം. ഡെഫിനിഷൻ ഡിമാൻഡ്. ഈ +2 എക്കണോമിക്സിന്റെ ടോപ്പിക്കാണ്. +2ന്റെ എക്കണോമിക്സിൽ പഠിക്കുന്ന ഡിമാൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഇതാണ് ഡെഫിനിഷൻ. ഞാനൊരു കാര്യം പറയാം. ന്യൂറോ ഷെൽഫിംഗ് എന്നൊരു പാർട്ടുണ്ട് ബ്രെയിനിലെ. ന്യൂറോ ഷെൽഫിംഗ് നിങ്ങളത് ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. ഞാനൊരു ചെറിയ ക്ലാസ് കൊടുത്തരാം. നിങ്ങൾ ഡിമാൻഡ് ഡെഫിനിഷൻ, ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഫസ്റ്റ് വാക്ക് ഏതാ? ഡിമാൻഡിന്റെ ആദ്യത്തെ ലെറ്റർ ഏതാ? അതെടുക്കുക, ഡി. ഈസിന്റെ അടുത്തത് ഡിസയറിന്റെ, ബാക്ക്ഡിന്റെ, ബൈയുടെ, എബിലിറ്റിയുടെ, ആൻഡിന്റെ, വില്ലിനെസിന്റെ, ടൂവിന്റെ, പേയുടെ, ഫോറിന്റെ, എയുടെ, കമ്മോഡിറ്റിയുടെ. നിങ്ങൾ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ എഴുതി ഇങ്ങനെ ഒരു 4 അക്ഷരമുള്ള 3 വേർഡാക്കി. ഫസ്റ്റ് വേർഡ് നിങ്ങൾക്കറിയാം, ഡിഡ് ബി. ഡിഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഡിഡ് ബി. സെക്കൻഡ് വാക്ക് ബൗ, പട്ടി വരയ്ക്കുന്നത്, ബൗ. തേർഡ് വാക്ക് TPFAC. ആദ്യത്തെ വാക്ക് ഏതാ? ഡിഡ്. ഫസ്റ്റ് വാക്ക് ഏതാ? ഡിഡ്. സെക്കൻഡ് വാക്ക് BAAW. മൂന്നാമത്തെ വാക്ക് ഏതാ? TPFAC. ഇതിനകത്ത് ആദ്യത്തെ ഡി എന്താ? ഐ എന്താ? ഡി എന്താ? ബി എന്താ? ബി എന്താ? എ എന്താ? എ എന്താ? ഡബ്ല്യു എന്താ? ടി എന്താ? പി, എഫ്, എ, സി. ഞാൻ ഡെഫിനിഷൻ വായിക്കാം.
മായിന് പോകുന്നില്ല, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞത്. ഈ ഡി എന്താ? ഐ എന്താ? ഡി എന്താ? ബി എന്താ? ബി എന്താ? എ എന്താ? എബിലിറ്റി. എ എന്താ? ഡബ്ല്യു എന്താ? ടി എന്താ? പി എന്താ? എഫ് എന്താ? എ എന്താ? സി എന്താ? ശരി, ഇങ്ങനെ മാർഗമുള്ളൂ. കാര്യം കാണാൻ പറ്റുമെന്ന് വിചാരിക്കില്ല, മായനായിട്ട് പോകുന്നില്ല. ഇപ്പം നമ്മൾ ബുക്കിലൊന്നും എഴുതിയിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാമെന്ന് പറയാൻ ശ്രമിക്കാം. ഫസ്റ്റ് വാക്ക് ഡിമാൻഡ്, ഈസ്, ഡിസയർ, ബാക്ക്ഡ് ബൈ, എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ. പഠിച്ചല്ലോ, പഠിച്ചല്ലോ. ഒരാളേലും പറഞ്ഞ മുട്ടായി നടന്ന് പറഞ്ഞത്, എല്ലാവരും പറഞ്ഞു. അപ്പൊ മുട്ടായി ഇല്ല. കുറച്ചു പേര് പറഞ്ഞല്ലോ. ബാക്കി എന്ന് പറയാൻ ശ്രമിക്കാം. ലാസ്റ്റ് വാക്ക് കമ്മോഡിറ്റി. അതിനുമുമ്പ് ടു, അതിനുമുമ്പ് വില്ലിങ്നെസ്സിന് മുമ്പ്, ആന്റിന് മുമ്പ്, എബിലിറ്റിക്ക് മുമ്പ്, ബാക്കിന് മുമ്പ്, ബൈക്ക് മുമ്പ്, ഡിസയറിന് മുമ്പ്, ഈസിന് മുമ്പ്. തിരിച്ചും പറഞ്ഞല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വന്ന് തിരിച്ചും മറിച്ചും നേരെ പറയാൻ പറ്റുമോ? വാ, ഒരാൾ വാ, സഹായിക്കാം. വാ, പൊട്ടൻഷ്യൽ മനസ്സിലായി. മോള് തന്നെ വാ. മോൾ എത്ര പഠിക്കുക? 9 പഠിക്കുന്ന മോളാ. മോള് വന്നിട്ട് ക്ലാപ്പ് കൊടുക്കും. മോള് ആദ്യം നേരെ പറ. Demand is desire backed by ability, willingness and willingness pay to for commodity. A commodity. രണ്ടെണ്ണം പോയി. A commodity. തിരിച്ചു പറയാൻ പറ്റുമെന്നൊക്കെ. Commodity A പോട്ടെ, പറ്റില്ലേ പോണ്ട മോളെ, വിഷമിക്കണ്ട. ഒരു ക്ലാപ്പ് കൊടുത്തരെ. ആർക്കാ തിരിച്ചു പറയാൻ പറഞ്ഞാലുണ്ടോ? ഇതിപ്പോ സത്യത്തിൽ നിങ്ങൾ ഡെഫിനിഷൻ ബുക്കിൽ എഴുതിയ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്താ? ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ കേട്ടിരുന്നല്ലേ ഉള്ളു. നിങ്ങൾ പരമാവധി അതിൽ ശ്രമിക്കാൻ നോക്കിയാട്ടോ, പഠിക്കാതിരിക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഇരുന്നെങ്കിലുണ്ട് മുട്ടായി കിട്ടുന്നെങ്കിലും ഒന്ന്. എനിക്കത് അത്ര ഉറപ്പുണ്ടല്ലോ ഞാൻ ഈ ഓഫറുകൾ പറയുന്നത്. നിങ്ങളിതൊന്നും ചെയ്യത്തില്ലെന്ന് അത്രയും 100% ഉറപ്പുണ്ടല്ലോ. ഞാനൊരു 1500 കൂടുതൽ വേദികളിൽ പോയിട്ടുണ്ട് കുട്ടികളുടെ അടുത്ത്. ഇന്ന് വരെ ഒരു വേദിയിൽ എനിക്ക് സമ്മാനം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മളത് അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യത്തില്ലേ? നമ്മൾ ഭയങ്കര ന്യൂസൊക്കെ കൊടുത്ത് വാർത്ത കൊടുത്ത് അടിപൊളിയാക്കി നിങ്ങള്. അത്രയും കോൺഫിഡൻ്റാണ് അത് പറയുന്നത്. നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഒരുപോലെയാണ്. ഒരു ചലഞ്ചും ഉണ്ടല്ലോ, ആണോ? ഒരു ചലഞ്ചിന്റെ മാത്സിന്റെ ആയിരുന്നു, അത് ഒഴിവാക്കി. കാര്യം ബോർഡ് മായ്ക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് 16 അക്ക നമ്പറുകളുടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. 2 16 അക്ക നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും, 25 അക്ക നമ്പറിന്റെ ക്യൂറോട്ട് പറയും, 50 അക്ക നമ്പറിന്റെ സ്കോറോട്ട് പറയും, സൈനും കോസും ടാൻ്റെ ഒക്കെ എല്ലാത്തിനും വാല്യൂ പറയും. എനിക്ക് ഒന്നിനും വാല്യൂം ഒന്നിനും കാൽക്കുലേറ്ററൊക്കെ ഒന്നും വേണ്ട. എന്നെല്ലാം ഇങ്ങനെ ഹൈലൈറ്റിങ് പോകും. ഇതെല്ലാം ബേസിക് മാത്സ് പഠിച്ചത് കൊണ്ടാണ് കേട്ടോ. നമ്മളെല്ലാം ചെയ്യുന്നത് ഒരുപോലെയാണോ? അല്ല, ഞാൻ പറയാം ഒരുപോലെയാണെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്നത് പോലെ പഠിപ്പിക്കാൻ പറ്റുമെന്ന്. മെന്റലിസം എന്നൊരു ഭാഗം കേട്ടിട്ടുണ്ടാവും ഇല്ലേ? മെന്റലിസം പക്ക മാജിക്കാണ്. അതിനകത്തെല്ലാം ടെക്നിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന സെക്കൻഡ് സാധനങ്ങൾ വെച്ചിട്ടാണ് അവർ സോഫ്റ്റ്വെയർ ആപ്പും വെച്ചിട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഉപകരണം പോലും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എൻ്റെ മുന്നിൽ ഷർട്ടും ഞാൻ നിങ്ങളെ മയക്കും വെച്ച് ഇവിടെ പറയുക, വെട്ടത്തിൽ വെളിച്ചത്തില്ല പറയുന്നത്. ഇതൊന്നും ഒറിജിനൽ സാധനം ഞാൻ കാണിക്കുന്നൊന്നും ടെക്നിക്കല്ല. എങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്നവർ നിങ്ങളോട് ചിന്തിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു തരാം. നമ്മളെ പ്രധാനമന്ത്രിയല്ലേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന ചിന്തിക്കുക, ക്രിക്കറ്റ് കളിക്കുന്ന ചിന്തിച്ചാ ഞാൻ ചിന്തിച്ച എൻ്റെ ചിന്തകൾ ഉള്ള 3 കാര്യം പറയാം. അതാണെങ്കിൽ നിങ്ങൾ ആ സമ്മതിക്കണം. നിങ്ങളെല്ലാവരും ചിന്തിച്ചത് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നേട്ടാ, അത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതും വലത് ബാറ്റിങ്ങാ. ആ ഗ്രൗണ്ടിൽ ആരുമില്ല വേറെ. അയാളെ ജേഴ്സി ഇട്ടാ നിൽക്കുന്നത്, അയാളെ കുപ്പായ ഇട്ടാ നിൽക്കുന്നത്, അല്ല ഇന്ത്യൻ ജേഴ്സിയിലൊന്നുമല്ല നിൽക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇടത് ബാറ്റിങ് ചിന്തിച്ചില്ല? മോദി എന്തുകൊണ്ട് ബോൾ ചെയ്യുന്നതായിട്ട് ചിന്തിച്ചില്ല? ബോൾ ചെയ്യുന്നതായിട്ട് ചിന്തിച്ചു. ഓക്കെ, ഒരാൾ ബോൾ ചെയ്യുന്നതായിട്ട് ചിന്തിച്ചു. അപ്പോഴും ഗ്രൗണ്ട് ഒരാളല്ലേ ഉള്ളൂ.
എറിയുന്ന ആൾ മറ്റേ അടുത്തേക്ക് നാളം കിട്ടിയോ? ബോൾ ചെയ്യുന്ന മാത്രം ചിന്തിച്ചോളൂ. ഫീൽഡ് ചെയ്യുന്ന ആളെ കണ്ടു, അതാരായിരുന്നു? കണ്ടില്ല. ഓക്കെ, പുള്ളിയുടെ ജുബ്ബ തന്നെയല്ലേ ജേഴ്സി? ഓക്കെ, 3 രീതിയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചെങ്കിൽ ബ്രില്യൻറ്റ്. നോർമലി ഒരാളുടെ തിങ്കിങ് 4 രീതിയിലാണ്. ആ 4 രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നതെങ്കിൽ എല്ലാവരുടെയും ബ്രെയിൻ കപ്പാസിറ്റി കേൾക്കുന്ന സംഭവങ്ങൾ, ക്യാച്ച് ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപോലെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഒരേപോലെ തന്നെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് അർത്ഥം മനസ്സിലായോ? അതിന് കിടക്കുന്ന ട്രെയിനിങ് ഒരേ രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ മതി. അതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എക്സസൈസുകൾ അല്ലെങ്കിൽ ന്യൂറോ ഷെൽഫിംഗ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ അവതരിപ്പിച്ച ഒരെണ്ണം ന്യൂറോ ഷെൽഫിങ്ങിൻ്റെ ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ W എന്താ, C എന്താ, D എന്താ? നിങ്ങൾ ഷെൽഫിൽ പോയിരിക്കുകയാണ്. നിങ്ങൾ ബ്രെയിനകത്ത് ഒരുപാട് ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ അടുക്കി പോവുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്താൽ ഷെൽഫ് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾ ഇപ്പോഴത്തെ പ്രായത്തിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റേഞ്ച് ഭയങ്കര വലുതായിട്ട് മാറുകയും ചെയ്യും. ഇനി ന്യൂറോ ജെനസിസും ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് നിങ്ങൾ നന്നായിട്ട് ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള മാത്തമാറ്റിക് സ്കില്ലുകളോ പസിൽസുകളോ ഒക്കെ ചെയ്ത് ശീലിക്കണം. ന്യൂറോ ജെനസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ചെറിയ ചെറിയ എക്സസൈസുകൾ വഴിയോ മന്ത്ര ഉച്ചാരണങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള യോഗ പോലത്തെ എക്സസൈസുകൾ വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂറോ ജെനസിസ് ഉണ്ട്. പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ, നമ്മൾ അമ്പലത്തിൽ പോയി ഏത്തമിടത്തില്ലേ ഗണപതി ക്ഷേത്രത്തിൽ, അത് ന്യൂറോ ജെനസിസ് എക്സസൈസാണ്. ഇതൊന്നും ഞാൻ മാത്രം പറയുന്നൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള എക്സസൈസുകളൊക്കെ നമ്മളുടെ ലൈഫിൻ്റെ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ വളരെ സിമ്പിളാകും, അടിപൊളിയാകും, നിങ്ങളും സൂപ്പറാകും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും എനിക്ക് ചോദിക്കാമെന്ന് ചോദിക്കാം. എന്തോ പറഞ്ഞു? ഇല്ല, വെള്ളം പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്രിക്കറ്റ് കളിക്കുന്നത് അതൊരു ഗസ് വെച്ച് പറയുന്നതാണോ? അല്ല, നമ്മളുടെ ബ്രെയിനിൽ ബ്രോക്കയെന്നും ബെർണിയർ എന്നും പറഞ്ഞിട്ട് പാട്ടുണ്ട്. ഈ ബെർണിയർ എന്ന പാട്ട് നമുക്കൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ ഞാൻ എന്ത് സംസാരിച്ചാലും നിങ്ങൾ തലയിൽ കയറും. എന്തും പഠിപ്പിക്കാൻ എനിക്ക് നിങ്ങളെ. ഇതിപ്പോൾ നമ്മൾ പ്രൂവനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്രീക്വൻസി നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മളെ നിംഹാൻസ് റിസർച്ച് ചെയ്യുന്നത്. എങ്ങനെ ഈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ബ്രെയിനിൽ കയറും. നമ്മൾ പറയുന്ന സാധനം നിങ്ങൾ ബ്രെയിനിൽ കയറും. ഡിമാൻഡ് എന്നല്ല, നിങ്ങളുടെ ഡെഫിനേഷൻസുകളോ പുസ്തകങ്ങളോ മൊത്തം നിങ്ങൾ ബ്രെയിനിൽ കയറി തരാൻ പറ്റും. വായിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി. അത് കേൾക്കുമ്പോൾ അതൊരു 432 ഹെഡ്സ് എന്ന് പറയും. ഞാൻ അതിനകത്ത് കുറേ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാക്ടീസ് ചെയ്താൽ മതി, അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഇത്രയും നല്ല ക്ലാസ് എടുത്ത അടിച്ചാറിന് 1000 നന്ദികളുണ്ട്. ഈ ബുദ്ധി എന്താ പറയാ, നമ്മുടെ ന്യൂട്ടനെ കണ്ട് 1000 മടങ്ങ് ശക്തിയുള്ള ബുദ്ധിയായിട്ട് വളരെ നെറ്റിൽ പ്രതീക്ഷയുണ്ട്. 1000 നന്ദികളുണ്ട്. കുടുംബ പശ്ചാത്തലം അച്ഛൻ പറയാം. എൻ്റെ വീട് കൊല്ലം കുണ്ടറയാണ് സ്ഥലം. 2010 ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു. അമ്മ പഠിച്ചിട്ട് പോലുമില്ല. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതി രാവിലെ 11:30 എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തൊരു നിമിഷമാണ്. നമ്മളുടെ ബുക്കുകളിൽ നിന്നും നമുക്ക് വായിച്ച് കിട്ടാത്ത പല അറിവുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തെളിഞ്ഞ് മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു അത്. ആ നോളജുകൾ ഞാൻ പല സ്ഥലങ്ങളിലും ഷെയർ ചെയ്യുമ്പം കാചപ്രാപ്തി, ലോപനസ്ഥം, തുലാധിഷ്ഠാനം, നയനവിസ്തൃതി, ഇങ്ങനെ ഒരുപാട് വിവിധോന്മുഖ ഏകാഗ്രത, കാലവൈഭവ സ്മൃതി, നേരത്തെ പറഞ്ഞ ഫലപ്രഭ, ഇങ്ങനത്തെ പല നോളജുകളും എനിക്ക് കിട്ടിയത് ഒരു ഗുരുമുഖത്തു നിന്നാണ്. എനിക്കൊരു ഗുരു ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി മീറ്റ് ചെയ്യുന്ന ദിവസമാണത്. അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രവിച്ചതിന് ശേഷമാണ് എനിക്ക് മാറ്റം ഉണ്ടായത്.
ഇന്നും അതിൻ്റെ നോളജുകൾ അന്ന് എനിക്ക് തരാൻ അദ്ദേഹം ഒരു 3 പുസ്തകം കൈ കരുതിയിരുന്നു. ആ 3 പുസ്തകം അന്ന് ഞാൻ സ്വീകരിക്കാതിരുന്ന ആളാണ്, സംസ്കൃതമായുണ്ട്. ഇന്ന് ഞാൻ ആ 3 പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ് പല പല ബുക്കുകളും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പുസ്തകത്തിലുള്ള നോളജുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്ന പല കാര്യങ്ങളും. ഈ നമ്പർ മെമ്മറൈസേഷൻ, ഫോട്ടോഗ്രാഫി മെമ്മറി പോലും. പക്ഷേ ഇത് ഞാൻ പല സ്ഥലങ്ങളിലും പലരെയും ട്രെയിൻ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഒരാളെ പോലും ഇതുവരെയും ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു A+ മേടിക്കുക എന്നുള്ളതോ നീറ്റിന് റാങ്ക് മേടിക്കുക എന്നുള്ളതൊന്നും ഒരു പ്രയാസകരമായ കാര്യങ്ങളൊന്നുമല്ല. ഒരു സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് മേടിക്കുക എന്ന് പറയുന്നതും പ്രയാസകരമായ ഒരു കാര്യം പോലും അല്ല. നമ്മളൊരു ചിട്ടയായിട്ടുള്ള പ്രാക്ടീസും ഒരു പഠനവും പറയുന്ന രീതിയിൽ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഏതറ്റത്ത് വരെ എത്തിക്കാനും എനിക്ക് ഈസി ആയിട്ട് പറ്റും. അതിനുവേണ്ടി 2010 തൊട്ട് 800ഓളം കുട്ടികളെ ഞാൻ ട്രെയിൻ ചെയ്തു. ആ 800ഓളം കുട്ടികളെ ട്രെയിൻ ചെയ്തതിന് ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ നിംഹാൻസിന് ഡേറ്റ കൊടുത്തത്. അതിൽ നിന്നും ഒരു ഭാഗം ഇപ്പം ഇത് ഉണ്ടായിട്ടുണ്ട്. അതാണ് IQED എന്ന് പറയുന്നത്. നിങ്ങൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ. ആ സംരംഭം ലോകത്തിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ഞാൻ തന്നെയാണ്. അതിൻ്റെ വിജയം എത്രമാത്രം ആകും എന്നുള്ളത് നമ്മളുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ പെർഫോമൻസ് ഉപയോഗിച്ചാണ്. ആ പെർഫോമൻസ് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളെല്ലാം വളരെ ഹൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ പോലും നെഗറ്റീവ് പറഞ്ഞ കുട്ടികളെ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞ മാതൃഭൂമി, തിരുവനന്തപുരം മാതൃഭൂമി എഡിഷനിലെ ചീഫ് എഡിറ്ററുടെ മോള് 26 വയസ്സ് പ്രായമുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ കരയുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. നിംഹാൻസും അമേരിക്കയിലേക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണ്. ഞങ്ങൾ 12 ദിവസം കൊണ്ട് കൊച്ചിയെ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം വേണ്ടിയാണ് നിംഹാൻസ് ഇപ്പം നമ്മളെ പുറകെ തന്നെ ഉണ്ട്. എന്തായാലും അത് പ്രൂവ് ചെയ്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും നമ്മളെ കുട്ടികൾക്ക് ഒരു അസറ്റായിട്ട് അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുരുവിൻ്റെ പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അദ്ദേഹത്തിനെ പിന്നെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഒരു ചെറിയൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു 30-25 പേർക്ക് അച്ഛന്മാർക്ക് രക്ഷാർത്ഥം കൊടുക്കുന്നത് ഞാൻ കൊടുക്കണം. സാറിന് കുട്ടികളെ ആത്മനാഥം കൊടുക്കണം. ഞാൻ കൊടുക്കാം. സാറിപ്പോൾ പറഞ്ഞില്ലേ, ഒരു 10-100 കുട്ടികളെ ഞാൻ കൊടുക്കാതെ തീർച്ചയായിട്ടും. അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. സന്തോഷം. നന്ദി പറയേണ്ടവർ നിങ്ങളാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ മനസ്സിലാക്കുന്നത് വലിയൊരു